രാത്രി എനിക്ക് കാഴ്ച കുറവാ. ഞാൻ വന്ന പോയി കറക്റ്റല്ലേ? ഇതാണ് കല്ല്. ഇതാണ് കല്ല്. അപ്പൊ എത്ര സെന്റ് പറഞ്ഞു? 3/4 സെന്റ് കുറവുണ്ട്. ഇപ്പോ നമ്മള് വഴിക്ക് കൊടുത്തില്ലോ. അതെ. അപ്പൊ സത്യമായിട്ടിന് ഒന്നും അറിയേണ്ട വന്നിട്ടില്ല. വഴി മുഴുവൻ നമ്മുടെ സ്ഥലത്ത് നിന്നാ പോയതേ. അതെ. അപ്പൊ ഇതാണ് പറക്കേണ്ടത്. ഒരു കാശുണ്ട്, ഞാൻ എന്റെ പോയി തരട്ടെ. ചില്ലറ തന്നാ മതി. അത് വേണ്ട, അത് നമുക്ക് വേണ്ട. ഇല്ലാത്തൊന്നും വേണ്ട. നമുക്ക് കുറവുള്ളത് കറക്റ്റ് ആയാൽ മതി. ഇല്ല അവിടെ മതിയോ? ശരി ശരി, എന്നാ തെളി കളിക്കാണ്ട് പോകാൻ നോക്കി. കത്തിച്ച കുഴപ്പമുണ്ടോ? ലൈറ്റ് കത്തിച്ച കുഴപ്പമുണ്ടോ? ശബ്ദം ഉണ്ടാക്കണ്ടേ? കൊറേ ആയിണ്ട്. അതൊക്കെ ഇളക്കെ പോലും വന്നു നോക്കി കണ്ടാ. ആ കിട്ടി വേണ്ട വേണ്ട. മതിയോ? മതി 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 മതി. ശബ്ദം ഉണ്ടാക്കല്ലേ. എന്താക്കുന്നു? നടക്ക് നടക്ക്. നീ ഒലക്ക ഒഴിഞ്ഞമാരി നിൽക്കാണ്ട് ചോദിക്കാൻ സമാനം പറയടാ. ഈ കൈക്കോട്ട് എങ്ങനെ ഇവിടെ വന്നത്? കായ്ക്കോട്ട് പല പട്ടിയും കടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ പട്ടിയാണ് കൊണ്ടുവന്നത്. ഏത് പട്ടിയാണെന്ന് എനിക്കറിയാം. ഇനി മേലാൽ ഇത് ആവർത്തിച്ച് ഇവിടെ തൊടലിട്ട് ഞാൻ പൂട്ടും പട്ടീനാ. എന്താണ്ടാ നായ നീ കയറുന്ന കുറയ്ക്കുന്നത്? എന്ത് എന്താന്ന് എനിക്ക് വേണ്ടത്? ഇയാളോടൊന്ന് മര്യാദ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, കൊച്ചിയിലെ വലിയ മാന്യനായിട്ട് ജോലി ഉണ്ടെന്ന് വിചാരിച്ച് ഇവിടെ കടന്ന് കുറയ്ക്കരുത്. നീ അടിച്ച് പന്നി ഞാൻ കളയും. ഓക്കെ, നീ ചോദിച്ചതിന് സമാനം പറഞ്ഞോ? എന്താ കേട്ടണ അറിയുന്നത്? ഇത് ഒരു നടക്കി പോവില്ല ചെയ്തതാ. നിങ്ങൾ പറയേ. ഈ കല്ല് എങ്ങനെ ഇവിടെ വന്നത്? കല്ല് വന്നത് അതിർത്തി കല്ലാണ്. എന്താ അറിയില്ലേ നിങ്ങക്ക്? എടാ, അതിർത്തി കല്ല് ഇവിടെയാണോ? അതിർത്തി കല്ല് പിന്നെ എവിടെയാണ്? നോക്ക്, എന്ത് ഇതിന്റെ നേരെയാണ് കല്ല്. അങ്ങനെ നേരെയാണെങ്കിൽ ഒപ്പത്തിനൊപ്പാണ് സ്ഥലം വേണ്ടത്. വേണ്ടത് അത് അങ്ങനെ തന്നെ. അങ്ങനെ അച്ഛന്റെ കൂടെ കൈ ചൂണ്ടലടി കൈ ചൂണ്ടലടി. നീ എന്റെ കൈ കൊണ്ട് ചാകണ്ടെങ്കിൽ ഈ വകം തന്നെ നീ വിളിച്ചോണ്ട് പോയിക്കോ. കണ്ണിന്റെ സിലിണ്ടർ അടിച്ചു. കല്ല് നിന്നിരുന്ന സ്ഥലം അതാണ്. കല്ല് നിന്നിരുന്ന സ്ഥലത്തിന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. സമാസമായിട്ട് സ്ഥലം എടുക്കുമ്പോ എന്താ വേണ്ടത്? വഴിക്ക് ഒരാളുടെ കൈ നല്ല എടുക്കുക. അത് മനസ്സിലായി. സെന്റാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ന്യായം തന്നെയാണ്. എന്ത് ന്യായം? വിളിച്ചോണ്ട് പോടി. അവിടെ എപ്പോഴും നോക്കിയാലും ഇവര് കച്ചറല്ലേ? എന്തൊരു കട്ടാണ് റബ്ബേ. സത്യേട്ടാ, സത്യ
നിങ്ങൾ കുഴിക്കും നിങ്ങൾ ഇതേ കല്ലിന്റെ മുകളിൽ തൊട്ട ഈ പറമ്പിൽ ലഹളയുള്ളോ? ഒരു ഏട്ടനും അനിയല്ലേ നിങ്ങള്? ഏട്ടനും അനിയനാണ്. അവൻ കാണിച്ച പണി എന്താന്ന് ചോദിക്കുവാനോട്. എന്താ കാണിച്ച പണി ചോദിക്കി. കേക്ക് നിങ്ങള് പറഞ്ഞു കൊടുക്കണ നീ കണ്ടല്ലേ? ഞങ്ങളുടെ 3 സെന്റ് വഴിക്ക് കൊടുത്ത മെമ്പറിനെ അറിയാം. അയാളുടെ സ്ഥലമല്ലേ? കണ്ണിയാ തല്ലി പൊളിക്കും ഞാൻ. ഈ ആരാളായിട്ട് വിളിക്കുന്നത്? തുല്യമായിട്ട് 2 പേർക്ക് സ്ഥലം കൊടുത്തതാണ്. അതിൽ നിന്ന് ഒരു വഴി വേണോന്ന് പറഞ്ഞ് 3 സെന്റ് ഈ മനുഷ്യന്റെ മാത്രം എടുത്താൽ എങ്ങനെ ശരിയാകും? അതൊക്കെ ആധാരം ചെയ്യണ സമയത്ത് നിങ്ങൾ പറഞ്ഞു തീർപ്പാക്കണം. അച്ഛന്റെ അനിയന്റെ ഭാര്യയാണ്. അച്ഛന്റെ അനിയൻ അയാളെ തലയിൽ മുണ്ടുവിട്ടിട്ട് ആ കല്ലുകൊണ്ടത് ഇവിടെ ഇട്ടത്. സത്യേട്ടാ, ശീതളേട്ട, ഒരു കാര്യം ഞാൻ പറയാം. കുറെ കാലമായി ഞാൻ ഈ ലഹള കേൾക്കാൻ തുടങ്ങിയിട്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പറ്റുന്ന നിങ്ങൾ കേട്ടില്ല. അപ്പൊ വാർഡ് മെമ്പറായി ഞാൻ പലവട്ടം പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കില്ല. നിങ്ങളിത് നിയമപരമായിട്ട് പോയിന്ന്. ഞാൻ അതന്നെ പറയണത്. നിയമപരമായിട്ട് പോയിണ്ടെങ്കിൽ ഈ കല്ല് അവിടെയാണ് കിടക്കേണ്ടത്. തീർക്കണമെങ്കിൽ ആദ്യം ഇവളെ തല്ലിക്കൊല്ല. ഈ ചക്കന്റെ നാക്കറക്കി നോക്കി നിർത്തിയ നീ. ശീതളേട്ടാ, ഇതിന്റെ പേരിൽ ഇനി ലഹള വേണ്ട. നിങ്ങൾ നിയമപരമായിട്ട് വക്കീലിനെ പോയി കാണി. അതന്നെ ചെയ്യണമെങ്കിൽ അല്ല ഇവിടെ എനിക്ക് ഇത്തിരി പണിയുണ്ട്. കഷ്ടാണ്. എന്താണ് ഇവിടെ കാര്യം? ഓരാണ് എന്നെ വിളിച്ചു കൊണ്ടുവന്നേ. ഇവിടെ ലഹള നടക്കുന്നത്. നീ ഞങ്ങളുടെ സ്ഥലത്ത് നിന്നോടാ. ഞങ്ങൾ അവിടെ നിൽക്കണ്ട. എല്ലാവരും കൂട്ടിപ്പിടിച്ചോ. അവിടെ നിന്ന് നാറും. അവിടെ നിന്ന് നാറും. കാണിക്കുമ്പോ ആൾക്കാർ കൂടെ വേണ്ടി വരും. എല്ലാവരും കൂട്ടി നിയമപരമായിട്ട് വർത്താനം പറയാൻ നിന്നൊരു കാര്യമില്ല. നിന്നെ തല്ലി കൊന്നിട്ട് ഈ കല്ലെടുത്ത് നിന്റെ നെഞ്ചത്ത് വെക്കും. കാടി നിങ്ങളെ കഴുത്തിന് എന്താ പറ്റിയേ? ഒന്നും പറയണ്ടോനെ. കഴിഞ്ഞ ആഴ്ച ഒരളവുണ്ടായി. അളവ് അടിപൊളി തിട്ടപ്പൊട്ടിച്ചെല്ലാം റെഡിയാക്കിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഒരു ചെറിയ ചക്ക വന്നിട്ട് മട്ടക്കണെടുത്തായിരുന്നു. വീടൊരു അട്ടിയാ. എന്തിനൊക്കെ ഇപ്പൊ മനസ്സിലായിട്ട് ആശുപത്രിയിൽ നിന്ന് എന്തോ നേരെയായി. അപ്പൊ ഓന്റെ ഏട്ടന്റെ സ്ഥലം ഉണ്ടായിരുന്നു ആടാ. ഒരു 10 സെന്റ്. അതിൽ കുറഞ്ഞുപോയി. അതിൽ 9 സെന്റ് ആയിപ്പോയി. അതിന് തല്ലണം. നേരെ പറഞ്ഞ പോരെ. ഞാൻ അളന്നിട്ട് അവിടെയും 1 സെന്റ് അപ്പുറത്ത് കൊടുക്കൂലേ? നിങ്ങൾ നടന്നിട്ടല്ലേ? എന്റെ കല്യാണം തയ്യാറാ. അതൊന്നും ആയില്ല. നല്ലൊരു പെണ്ണുണ്ട് കൊടകല്. അല്ലു കിട്ടും. കൊടകല് ഇവിടെ ചൊറയില്ല. ഓളെ ഭാഷ നിനക്കും മനസ്സിലാവില്ല, നിന്റെ ഭാഷ ഓക്കും മനസ്സിലാവില്ല. അതിർത്തി പ്രശ്നമില്ല, അമ്മായിമ്മ പോരില്ല, ഒരു പോരുമില്ല. ഉണ്ണേ അല്ല അളവിയാ. ഇത് കുളിക്കുമ്പോ ദൂരേക്കല്ലേ? കുളിയിലല്ലേ? ഉണ്ണേ നീ സുമാരേട്ടന്റെ കടയുടെ അവിടെ വെക്കല്ലേ പറഞ്ഞേ? അല്ല ഞാന് അവിടെ നിന്നാ ശരിയാവില്ല. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതാകുമ്പോ നാരങ്ങളും കുടിച്ചതിന്റെ പൈസ കൊടുത്തില്ല അല്ലേ? ഞാൻ കൊടുത്തിട്ടാ. എന്റെ മേടിച്ചു. സമാധാനായി. ഇനി പോലെ എന്താ നമ്മളെ കാര്യം? നിന്റെ കാര്യം എന്നറിയാ പ്രശ്നം? ഈ MBBS പാസ്സായോണ്ടൊന്നും നല്ലൊരു വക്കീലാവൂല. LLB. അതെ അതെ, അത് പാസ്സായത് മാത്രം പോരാ. എതിർഭാഗം വക്കീലിനോട് പോരടിക്കാൻ വിൽ പവർ നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെന്ത് വേണം? നല്ലൊരു വക്കീലിന്റെ കൂടെ നിൽക്കണം. നീ കാട് കയറി പറയാതെ ഇപ്പൊ ഒരു കേസ് കിട്ടിയാലേ എനിക്ക് അങ്ങോട്ട് ഉഷാറാവാൻ പറ്റുള്ളൂ. വീട്ടിൽ സ്വസ്ഥതയില്ല. നാട്ടുകാരൊക്കെ കളിയാക്കാണ് കേസില്ല വക്കീൽ എന്ന് പറഞ്ഞിട്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ ചോദിച്ചോട്ടെ, നീ എനിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു നല്ല വക്കീലിനൊന്ന് പരിചയപ്പെടുത്തി താ. നല്ല വക്കീല് രാഘവൻ വക്കീല്. എന്റെ വലം കൈ. എന്റെ അമ്മോ, കൂടെ നിന്നാ മതി. അത് ഞാൻ കേട്ട്. രാഘവൻ വക്കീലിനെ നീ ഒന്ന് പരിചയപ്പെടുത്തി. എന്റെ ഉള്ളിൽ IPC സെക്ഷൻസുകൾ ഇങ്ങനെ തിളക്കാണ്. എനിക്കതങ്ങോട്ട് ഒന്ന് എവിടെയെങ്കിലും ഒന്ന്. ഞാനെല്ലാം റെഡിയാക്കി തരാം. പക്ഷെ നമ്മളെ കാണണം. എന്റെ ഉണ്ണി അത് ഒരു സോഡ നാരങ്ങളും കൂടി ഉണ്ണിക്ക്. ഉപ്പ് വേണം, മധുരം വേണം. അല്ലെങ്കിൽ ഉപ്പ് മധുരം കേട്ടോ. അത് കൊടുക്ക്. ജീര സോഡ അത് മതി. ഒരു സിഗരറ്റ് തന്നെ. പിന്നെ 2-3 പാക്കറ്റ് പാർസൽ വീട്ടിലെ കുഞ്ഞക്ക് കൂട്ടിട്ടുണ്ടോ? കാര്യമില്ല, പൈസ വേണ്ടേ?
ഇതിന്റെ പൈസ ഞാൻ തരാം, എഴുതിക്കോ. എടാ കള്ള പന്നി ഉണ്ണി, നീ എന്റെ വീട്ടിൽ വന്നിട്ട് സർവേ കല്ല് മാറ്റിയിടുവല്ലേ? ഉണ്ണി ചെന്നടിക്കവനെ, ഇതിന്റെ ആദ്യത്തെ കേസാണ്. അടിക്കോ, ഞാൻ പോയിക്കോളാം. ഇളയച്ചന്റെ അവിടെ വന്ന് സർവേ കല്ല് മാറ്റിയിട്ട് ആരെയാടാ നിന്നെ അളവ് പഠിപ്പിച്ചത്? ടൈലർ ഭാസ്കർ എടുത്ത് അളക്കാനുണ്ടായി തുണിക്കടയിൽ. ഇനി മേലിൽ എന്റെ കോമ്പൗണ്ടിൽ കയറി അയാളുടെ ഒപ്പം നിന്ന് എന്തെങ്കിലും കാണിച്ചാല് നിന്റെ ചെപ്പക്കുറ്റി ഞാൻ അടിച്ചു പൊളിക്കും. മിസ്റ്റർ, ഹലോ, ഐ എം അഡ്വക്കേറ്റ് മന്മഥൻ LLB. അതിന് നിങ്ങളിപ്പോ ഈ കാണിച്ചതിന് മര്യാദയ്ക്കുന്ന ഒരാളെ നിങ്ങൾ ദേഹോപദ്രവം ചെയ്തതിനും IPC 294B, IPC 341, IPC 323, അതായത് ചീത്ത വിളിച്ചതിനും തടഞ്ഞു നിർത്തിയതിനും ദേഹോപദ്രവം ചെയ്തതിനും നിനക്കെതിരെ ഞാൻ കേസ് എടുത്ത് നിന്നെ ഞാൻ അകത്താക്കി പരമാവധി ശിക്ഷ വാങ്ങിത്തരും. എന്നെ നീ അകത്താക്കും. മര്യാദക്കെല്ലാം നിനക്കും കിട്ടും. അകത്താക്കാൻ നടക്കണം. കടവാവല് പോലെ ഇറങ്ങിയൊക്കെയാണ്. എന്താ സംഭവം? നീ ഒന്ന് സഹായിച്ചത് ഓന്റെ അച്ഛനും ഓന്റെ ഇളയപ്പനും തമ്മിൽ അതിർത്തി പ്രശ്നം. അപ്പൊ ഒരു വൈ ഉണ്ടായി, അതിന് കുറച്ച് പിടിക്കാൻ പറഞ്ഞു. ഞാൻ മൊത്തം വൈ ഒഴിവാക്കി മറ്റവർക്ക് കൊടുത്തു. ഇവനറിഞ്ഞ് അറിഞ്ഞിട്ടാണ് ഈ പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, പേടിക്കണ്ട, നമുക്ക് ഇവനെതിരെ കേസെടുക്കാം. ആര് വക്കീല്? ആ ബാധിക്കും, എന്റെ ആദ്യത്തെ കേസായില്ലേ. അപ്പൊ ഞാൻ ജീവിതത്തിൽ പുറത്തിറങ്ങൂല. ഇനി അങ്ങനെ സംഭവിച്ച കേസ് ഞാൻ ഏറ്റെടുത്ത് ഞാൻ ഉണ്ണിയെ പുറത്തിറക്കും. വരുന്നുണ്ടല്ലോ, തല കാണ്ടോടത്ത് തന്നെ ഗതി പിടിച്ചിട്ടില്ല കുടുംബം. മറണ്ടാണ്ട് നിൽക്കുന്നേ നാക്ക് പൊഴുത്തിറങ്ങിയ കോച്ചിയിൽ പോയിട്ടേ വലിയ സായിപ്പായി എന്നാ വിചാരം. എന്നോടാ കളിക്കണവൻ. എന്താണ്ടാ നീ കിടന്ന് പോകണേ? എന്താണ്ടാ ഉണ്ണിയെ നീ നീന്തല്ല തല്ലി. എന്താ ഈ ചക്കന് തനിക്ക് ഭ്രാന്താണ്. നീ പേടിക്കണ്ട, അതാ നോക്കി ഞാൻ കേസ് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. ധൈര്യമായിട്ടിരിക്കുന്നത്. കേസ് കൊടുക്കുന്നുണ്ടാ നല്ലൊരു വക്കീല് ബാധിക്കും. നമസ്കാരം സാർ, അഡ്വക്കേറ്റ് മന്മഥൻ LLB. നമസ്കാരം. നിങ്ങൾ വക്കീലാണ്? ഞാൻ വിചാരിച്ച പ്രചരണവേഷണത്തിന് ഇവിടെ വന്ന് നിൽക്കാന്ന്. അല്ല, എന്താ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങള് ഒരു കേസിന്റെ കാര്യം ചർച്ച ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഓ, അത് ശരി. ആ, ശരി ശരി. അതെ, നിങ്ങൾ ഇതുവരെ കേസ് എന്തെങ്കിലുമൊക്കെ ബാധിച്ച് ജയിച്ചിട്ടുണ്ടോ? പിന്നെ എത്രയോ കേസ്, ഒരുപാട് കേസ്. അതെ. അല്ല, ഇപ്പൊ എനിക്ക് അതിർത്തി തർക്കാണ്. അതിന് വാദിച്ചിട്ട് അവസാനം എന്നെ കൊലക്കാരിൽ കയറ്റുവോ? എന്താ സാർ കേസ് ഏൽപ്പിച്ചു നോക്കൂ. അതിനെ ഇത്തിരി ഉങ്ക് കൂടിയുണ്ട്. അതിന്റെ കൊമ്പൊന്നും ഒടിച്ചില്ലെങ്കിലേ ശരിയാവില്ല. ഞാൻ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കൊലക്കേസും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അല്ലേ സാർ? അല്ല, ഉങ്ക് തീർക്കണമെങ്കിൽ. അല്ല, അതല്ല, അതിപ്പോ നിങ്ങൾ കേസ് എടുത്താലും ഇല്ലെങ്കിലും ഞാൻ അവനെ കൊല്ലും. ആ കാര്യം ഉറപ്പാണ്. അപ്പൊ സിവിലും ക്രിമിനലും എനിക്ക് രണ്ടും ഉണ്ട്. എനിക്ക് അത് നമുക്ക് ആലോചിക്കാം. ഞാൻ എന്തായാലും കാണാം. നമ്മള് കേട്ടോളി. ശരി, അറിയില്ലേ, നമ്പറൊക്കെ മേടിച്ചു നോക്കി അതിലുണ്ട്, കാണാം നമുക്ക്. ശരി എന്നാ. ഒരു കേസായല്ലോ, രക്ഷപ്പെട്ടു. ഉണ്ണിയെ ഞാൻ കാണേണ്ട പോലെ കേട്ടോ. സത്യേട്ടാ. മൊയ്തോ, എവിടേക്കാണ്? ഞാൻ പഞ്ചായത്തിലേക്ക്. എങ്ങോട്ടാ? ഞാനേ ആ കേസിന്റെ കാര്യത്തിന് വേണ്ടി പോവാണേ. അല്ല, ആ പറമ്പിന്റെ കേസ് ഇതുവരെ തീർന്നില്ല. അത് എവിടെ തീരണേ? സിവിൽ കേസ് അല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോ ഇങ്ങനെ പോണം. ആ കേസ് തുടങ്ങണ കാലത്ത് ഞാൻ മെമ്പറാ. ഇന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാ. കൊല്ലം 8 അങ്ങോട്ട് കഴിഞ്ഞ് ഇപ്പോഴും കേസ് നടക്കുക. അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അല്ല സത്യേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തായാലും നിങ്ങളൊരു ചോരയാണ്, ഏട്ടനും അനിയനാ. ഇതങ്ങോട്ട് പറഞ്ഞു കോംപ്രമൈസ് ആയിക്കോട്ടെ. ഞാൻ വേണമെങ്കിൽ ഇടപെടാം. നടക്കാത്ത കാര്യങ്ങളിൽ വെറുതെ വർത്തമാനം പറഞ്ഞാൽ നമ്മൾ വെറുതെ അലോഗ്യവും. അതിന് നിൽക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ പ്രായം എത്രയാന്ന് അറിയാം? എനിക്ക് പ്രായം എത്രയായാലും ഞാൻ ചാത്താ പോലും ഞാൻ അവനെ എന്റെ അടുത്തേക്ക് വരും.
ശീതള ശീതള നിങ്ങൾ അച്ഛനെ മറന്നൂലേ? അച്ഛന് വിശന്നിട്ട് വയ്യ മക്കളെ. 2 കൊല്ലായിട്ട് നിങ്ങൾ അച്ഛനൊന്നും തന്നില്ലല്ലോ. നിങ്ങൾ ബാഹുബലി നടത്തിയോ? ബാഹുബലിയോ? ബാഹുബലി അല്ല, വാവിന് ബലി നടത്താറുണ്ടോന്ന്. അച്ഛന് വിശന്നിട്ട് വയ്യടാ. വിശക്കട്ടെ, അച്ഛന് നല്ലോണം വിശക്കട്ടെ. എടാ അങ്ങനെ കണ്ണിച്ചോറില്ലാത്ത വർത്താനം പറയല്ലേ ചെയ്തടാ. അച്ഛനല്ലേ മുക്കാസിന്റെ കൂടുതൽ ചേട്ടന് കൊടുത്തത്, അവിടെ പോയി പറ വിശക്കണൂന്ന്. എന്താ മണ്ടുമോളെ നീ പറയുന്നത്? ഞാൻ 2 ആൾക്കും ഒരുപോലെയല്ലേ സ്ഥലം തന്നത്? എന്തെന്നായാലും ഞങ്ങൾക്കല്ലേ നഷ്ടം. നിങ്ങൾ ഏട്ടനെ അനുജന് സ്ഥലത്തിന്റെ പേരും പറഞ്ഞ് മത്സരിച്ചിട്ട് അച്ഛനെ മറന്ന് അച്ഛനെ പട്ടിണിക്കിട്ട അച്ഛൻ ആത്മഹത്യ ചെയ്യും. ശീതളാ ശീതളാ അച്ഛന് വിശക്കണടാ ശീതളാ. കൊല്ലം അച്ഛന് വലിയടാ ശീതളാ. അച്ഛന്റെ ആത്മാവിധിയൊക്കെ ചുറ്റി കറങ്ങും ചെയ്തളാ. വെറും മുക്കാൻ തന്നെയല്ലേ ചെയ്തളോ. അത് വഴിക്ക് കൊടുത്തു എന്ന് കരുതി സമാധാനിച്ചു വിടറോ ചെയ്തളാ. ചെയ്തളോ സാർ നമസ്കാരം. ആ എന്താ ശീതള? അല്ല സാറേ, നമ്മുടെ കേസ് ഇങ്ങനെ കുറെ നാളായല്ലോ, അപ്പൊ എന്തായെന്ന് അറിയാൻ വേണ്ടി. സാർ ഇപ്പൊ അവിടെ നിന്ന് താമസം മാറ്റിയില്ലേ? ആ ഞാനൊരു മാസം ഇങ്ങോട്ട് മാറിയിട്ട്. ഓ, ഞാൻ പഴയ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴേ സാർ ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അത് കൊടുത്തോ? ഇല്ല, അത് കൊടുത്തിട്ടില്ല. ഓ അല്ല, ഒന്നുമില്ല, കേസ് എന്താണ് ഇങ്ങനെ നീണ്ടു പോണത്, ഇത് പര്യവസാനില്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നാണ്. കേസും അതിന് കോടതിക്ക് അതിൻ്റെതായ സമയം വേണമല്ലോ, ആ സമയം എടുക്കും. അല്ല സാറ് 8-10 കൊല്ലം ആയില്ലപ്പോ നമ്മൾ ഈ കേസ് ഇങ്ങനെ നടത്തണോ? ശീതള, ഇത് ഞാനായിട്ട് താമസിപ്പിക്കണമല്ല. ഓരോ കേസിനും അതിൻ്റെതായ സമയം വേണം. ഇതിപ്പോൾ 10, 15, 20, 25 കൊല്ലം കഴിഞ്ഞ കേസുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് വിധി പറഞ്ഞ കേസുകൾ ഇഷ്ടംമാതിരിയുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കേസ് പിൻവലിച്ചോ. അത് വേണ്ട സാറേ, അത് ഞാൻ സാത്താനും പിൻവലിക്കുന്ന കാര്യമില്ല. അത് നമുക്ക് തന്നെ ജയിച്ചിട്ടേ പറ്റുള്ളൂ. ആ അപ്പം സമാധാനമായിട്ടിരിക്കും. ഓ അതിൻ്റെ സമയം എടുത്തോട്ടെ കോടതി. ശരി സാറേ. പിന്നെ എൻ്റെ കഴിഞ്ഞ 2 സിറ്റിങ്ങിൻ്റെ ഫീസ് തന്നിട്ടില്ല. എന്താ സാറേ, ഇത്ര നാൾ ഞാൻ തന്നെ തരുന്നത് ഈ ഫീസൊക്കെ? എൻ്റെ കീഴിൽ ഒരുപാട് ജൂനിയേഴ്സൊക്കെ ഉള്ളതല്ലേ, എനിക്ക് അവരെല്ലാം ശമ്പളം കൊടുക്കണ്ടേ ശീതള? സ്ഥലത്തിൽ ആകെ 5000 ഉറുപ്പിയാണുള്ളത്. എനിക്കൊരു ബാക്കി എപ്പോൾ കൊണ്ടുവരും? ബാക്കി സമയത്ത് എത്തിക്കണേ. ഇപ്പം അടുത്ത സിറ്റിംഗ് ഉടനെ ഉണ്ട്, ഇല്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാവും. പിന്നെ പോകുമ്പോൾ ഗേറ്റ് ഒന്ന് അടച്ചു കേട്ടോ. ശരി.